ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആകാം അല്ലേ? ലോങ് വീഡിയോ ഒന്നും അത്ര ലോങ് വീഡിയോ ഒന്നും അല്ല, ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു വിരുന്ന് വ്ളോഗ് തന്നെ കാണാം. എല്ലാവർക്കും അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് തന്നെയല്ല, ഇത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളൊരു വിരുന്ന് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ച് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുകയാണ്. ഒന്ന് രണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരപ്പത്തിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ വീട്ടിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ അരിപ്പൊടീൻ്റെ അപ്പത്തിൻ്റെ റെസിപ്പി ചോദിക്കാറുണ്ട്. ഇത് പക്ഷേ അരി അരച്ചിട്ടുള്ള അപ്പമല്ല കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അരിപ്പൊടി വെച്ചിട്ടുള്ള അപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയും അരിപ്പൊടിയും ചെറിയുള്ളിയും ഒരു 2 കഷ്ണം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കുറച്ച് ചോറും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ച് വെക്കും. കുറച്ച് കുറുകനെ അരക്കണം, ഒരിത്തിരി വെള്ളവും കൂടെ ചേർത്ത് അങ്ങ് നമ്മൾ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേന്നൊക്കെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് ചെയ്യാം, രാവിലെ ചെയ്ത് വെച്ചാൽ രാത്രി ചൂടാം. ഇതിന് പെട്ടെന്ന് വേണമെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ വേണമെങ്കിൽ നമ്മൾ ഈസ്റ്റ് ചേർക്കേണ്ടി വരും. പൊതുവേ ഞങ്ങൾ ഈസ്റ്റ് ചേർക്കാറില്ല കേട്ടോ ഒരപ്പത്തിനും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മളങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് പായസം വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് മത്തങ്ങ വേവിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മത്തങ്ങയും അരിയും കൂടെയാണ് കേട്ടോ, നമ്മുടെ അത് തന്നെ നേരിയരി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെറിയ നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അരിപ്പൊടി ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ട് അതിലേക്ക് തേങ്ങ, പെരിഞ്ചീരകം, വെളുത്തുള്ളി, ചെറിയുള്ളിയും കൂടെ നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കും. അരിപ്പൊടി നന്നായിട്ട് നമ്മൾ ഒറോട്ടിക്കൊക്കെ കിണ്ടുന്ന പോലെ നന്നായിട്ട് നമ്മൾ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്കാണ് ഈ തേങ്ങാക്കൂട്ട് ചേർത്ത് നന്നായിട്ട് കുഴച്ച് വയ്ക്കുന്നത്. ഈ സമയമായപ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങയും അതുപോലെ നേരിയരിയും കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. നേരിയരി എന്ന് പറയുന്നത് നമ്മൾ നെയ്ച്ചോറിനൊക്കെ വെക്കൂലേ, ആ അരിയാണ് കേട്ടോ. അത് ചെറിയ ഉപ്പും ചേർത്തിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അതങ്ങ് സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് നമ്മളത് കുക്കറിൽ നിന്ന് മാറ്റി നമ്മൾ ഇതുപോലെ അടുപ്പിലേക്കാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ശർക്കര വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് അരിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ അവിടെ കിടന്ന് കുറുകി വരണം. ആ ഒരു ശർക്കര വെള്ളത്തിൽ നമ്മുടെ തേങ്ങയും മത്തങ്ങയൊക്കെ ഉടഞ്ഞ് നന്നായിട്ട് ചേരണം കേട്ടോ. അങ്ങനെ നമ്മളിതാ അത് റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് അടുപ്പിലേക്ക് കൊണ്ടുവെക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണല്ലോ. അപ്പോൾ ഞാനത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ഒരുപാട് നേരം കിടന്ന് തിളച്ച് പറ്റി വരാനുള്ളതാണ്. അപ്പോൾ അത് പിന്നെ നമ്മൾ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാലൊക്കെ എടുത്തിട്ട് 3-ാം പാല് മുതൽ മുകളിലോട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ലാസ്റ്റ് നമ്മൾ 1-ാം പാലും കൂടെ ഒഴിച്ച് ഇതുപോലെ തേങ്ങാക്കൊത്തും അതുപോലെ നെയ്യിൽ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തിട്ട് കൊടുക്കുക. കുറച്ച് ചുക്കും ജീരകവും അതും ചേർത്ത് കൊടുക്കണേ, ഏലക്കയും അതും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പായസത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി അങ്ങ് വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വട്ടം ഞാൻ റെസിപ്പി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ സാധനങ്ങളും. പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ഇങ്ങനൊരു വിരുന്ന് വിളിക്കൽ. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഞങ്ങളിവിടെ 3-4 പേരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ടപ്പേന്ന് കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചില്ലി ചിക്കൻ്റെ ആ ഒരു മസാല ആക്കിയിട്ടൊന്ന് പൊരിച്ച് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവർ വരാനാകുമ്പോഴത്തേക്കിനും മസാലയും റെഡിയാക്കി വെക്കും, ഇതും റെഡിയാക്കി വെക്കും. അവർ വരാനാകുമ്പോഴാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉച്ചക്കത്തെ പരിപാടിയും കുളിക്കൽ, നനയ്ക്കൽ, നിസ്കാരം, പിള്ളേരെ നോക്കലൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഒരു രസത്തിലങ്ങ് ചെയ്തു പോകും കേട്ടോ. വൃത്തിയാക്കാൻ ഒരാൾ, കുക്കിങ്ങിന് ഒരാൾ, ഹെൽപ്പിങ്ങിന് ഒരാൾ, തുണി കഴുകാൻ ഒരാൾ, പിള്ളേരെ നോക്കാൻ ഒരാൾ, ആ ഒരു രീതിയിൽ മാറി മാറി ഓരോ പണികൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വീട്ടിലെ കുക്കിംഗ് ഭയങ്കര എളുപ്പമാണ്, രസമാണ് കേട്ടോ. ഒറ്റയ്ക്ക് നിന്ന് ചെയ്യണ്ടല്ലോ, എല്ലാത്തിനും ആൾക്കാരുണ്ട്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ശരിക്കും അനിയത്തിമാരൊക്കെ ഉള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കേട്ടോ. എന്ത് രസമാണല്ലേ. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പറയാറുണ്ട്. അപ്പോൾ എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മളുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ബീഫ് കറി റെഡിയായി, ചില്ലി ചിക്കൻ റെഡിയായി. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ നെയ്പ്പത്തിലുണ്ടല്ലോ അതങ്ങ് ചെയ്തെടുക്കാൻ കേട്ടോ. അത് ഇതുപോലെ നമ്മൾ ഒരു ഇതിലിങ്ങനെ വെച്ചിട്ട് പിന്നെ ഇതുപോലെ ഒരു ചെറിയ കട്ടിയിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിത് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഒറ്റ കുടുക്കനായിട്ട് തന്നെ പൊന്തി വരും കേട്ടോ.
നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കിയിട്ടാ, ഇനിയിപ്പോൾ അവർ വരുമ്പോഴേ ബാക്കി പൊരിക്കുന്നുള്ളൂ. നല്ലപോലെ പൊങ്ങി വരുമോ എന്ന് നോക്കിയതാണ്. അപ്പോഴത്തേക്കിനും പൊങ്ങി വരുന്നുണ്ട്. അപ്പം ഞാനത് വേഗം മാറ്റിയിട്ട് ഞങ്ങളത് ടേസ്റ്റൊക്കെ നോക്കാൻ വേണ്ടി എടുത്തു. പിന്നെ പഴം പൊരിക്കാനിട്ടു. പിന്നെ അപ്പത്തിൻ്റെ മാവത ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഒരു 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും സെറ്റാക്കി വെച്ചതാണ്. അപ്പോഴേക്കും അപ്പത്തിൻ്റെ മാവും റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോന്നും മാറി മാറി ഇനി പൊരിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു നെയ്പ്പത്തിലും പൊരിച്ചെടുക്കാം. പിന്നെന്താ പഴംപൊരി നമ്മൾ പൊരിച്ച് കഴിഞ്ഞു. പിന്നെ ഇനി കുറച്ച് നെയ്ച്ചോറുണ്ട്, അതും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് ഇപ്പുറത്തെ അടുപ്പിൽ. അപ്പം അനിയത്തിമാർ അതെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം നെയ്ച്ചോറും കൂടെ വെച്ചെടുത്തു. ഇതുപോലെ കുക്കറിലാണ് കേട്ടോ പെട്ടെന്ന് വെച്ചെടുത്തത്. പിന്നെ അപ്പവും ചുടുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഐറ്റംസ് ഞാൻ കാണിച്ചത്. അപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചില്ലി ചിക്കൻ ഉണ്ട്, നെയ്ച്ചോറുണ്ട്, നെയ്പ്പത്തിലുണ്ട്, നമ്മുടെ സാലഡ് ഉണ്ട്, പഴംപൊരി ഉണ്ട്, ബീഫ് കറി ഉണ്ട്. അപ്പോൾ ഇന്ന് വരുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇളയ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും വാപ്പയും കൂടെയാണ് കേട്ടോ വരുന്നത്. അവളുടെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ പിള്ളേരും ഉണ്ട്, നാത്തുമാരുടെയൊക്കെ കുട്ടികളും ഉണ്ട്. എല്ലാവരും കൂടെയാണ് വിളിച്ചത്. ഇവരൊക്കെയാണ് വന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലുവിൻ്റെ വാപ്പി ഹജ്ജിന് പോവായിരുന്നു ഈ വർഷം. ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ വിരുന്ന് കൊടുത്തത്. വരാൻ പറഞ്ഞിട്ട് അവർ അങ്ങനെ ഇന്ന് രാവിലെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു കേട്ടോ, നിങ്ങളെന്തായാലും വരണം. അപ്പോൾ അവർക്ക് ഇന്നത്തെ ദിവസം മാത്രമേ ടൈമും ഉള്ളൂ. പിന്നെ അങ്ങോട്ട് ബിസിയായി പോവും, ഓരോരുത്തരത്ത് പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങനെ ആക്കിയതാണ്. നമ്മൾ പെട്ടെന്ന് റെഡിയാക്കിയിട്ടുള്ളൊരു വിരുന്നുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പായസമൊക്കെ കൊടുത്തു. പായസം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബീഫ് കറി ആണോ, ചില്ലി ചിക്കൻ ആണോ, വെള്ളയപ്പം ആണോ, അല്ലെങ്കിൽ പിന്നെന്തായിരുന്നു നമ്മുടെ നെയ്പ്പത്തിലാണോ, പിന്നെന്തായിരുന്നു ഉണ്ടാക്കിയത്, നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം ഒത്തിരി കോംപ്ലിമെൻറ്റ് കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതേ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂടി ഇതിൽ കയറി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ലോങ് വീഡിയോ വേണോ വേണ്ടേ എന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.